എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ചിക്കൻ റോസ്റ്റാണിത്. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ 1/2 കിലോ ചിക്കനാണ് റോസ്റ്റിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, 2 വലിയ തക്കാളി, 4 പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ട് അത് 1-ാം പാലും 2-ാം പാലുമായിട്ട് വേർതിരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ട മസാലകൾ: മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഗരം മസാല, പെരിഞ്ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇനി വെളിച്ചെണ്ണ വേണം. ഓയിലിൽ ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല, വെളിച്ചെണ്ണ തന്നെ എടുക്കണം. ഇനി അടുത്തത് വേണ്ടത് മല്ലിച്ചപ്പാണ്. കുറച്ച് മല്ലിച്ചപ്പ് എടുക്കുക. ഇനി ആദ്യം തന്നെ ചിക്കനിലേക്ക് മസാല പുരട്ടി വെക്കണം. ഇതിനായിട്ട് നമ്മളെല്ലാ മസാലകളും നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മസാലകളെല്ലാം കൂടി ചിക്കനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1/2 മണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് മസാല കൂട്ടി വയ്ക്കാം. അതിനായിട്ട് ഞാൻ മൊത്തം മസാലയും ചിക്കനിലേക്ക് പുരട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. ഉള്ളി വഴറ്റുമ്പോൾ അതിൽ മസാല ചേർക്കുന്നില്ല. ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചിക്കനിലേക്ക് ചേർക്കുന്നത്. അടുത്തത് ഉപ്പ് ചേർക്കാം. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, അവസാനമായി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് ചിക്കനും ഈ പൊടികളെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ചിക്കനിലെല്ലാം മസാല നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ചൂടായ പാനിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യം സവാള അരിഞ്ഞത്, 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്, അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂട്ടി നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ തക്കാളി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി ഇത് ഈ പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കണം. ഫ്ലെയിം ലോയിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നന്നായി വഴന്നു വന്നിട്ടില്ലെങ്കിൽ ചിക്കൻ റോസ്റ്റിന് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നന്നായി വഴന്നു വരാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഈ ഉള്ളിയും തക്കാളിയൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ 2-ാം പാലാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. 2-ാം പാൽ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് പാത്രം വെച്ച് അടച്ചിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ചിക്കൻ നന്നായിട്ട് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. 1-ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ ഇളക്കി നന്നായിട്ട് വരട്ടിയെടുക്കുകയാണ് ചെയ്യണത്.
അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ഈ സമയത്ത് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. അങ്ങനെ ചിക്കൻ റോസ്റ്റ് നന്നായി വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 6-7 മിനിറ്റ് പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ ഫുൾ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട്. ഇത് ചോറ്, ചപ്പാത്തി, പുട്ട് തുടങ്ങിയിട്ടുള്ള എല്ലാ പലഹാരങ്ങളുടെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ റിലേറ്റീവ്സിനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണിൽ വരുന്നതാണ്.